ഞാനിപ്പോൾ വിളിച്ചത് നീ നല്ലൊരു കാര്യം പറഞ്ഞായിരുന്നോ, കുറച്ച് ക്യാഷ് അറേഞ്ച് ചെയ്ത കാര്യം. അത് എന്നെ കൊണ്ട് നടക്കുമെന്നൊന്നുമില്ല കേട്ടോ. അല്ലാത്ത നീ നേരത്തെ ഇത്രയും ക്യാഷ് ആരോട് ചോദിക്കാനാ? ലോകം മുഴുവൻ നിനക്ക് കടവാ. നിന്റെ പേര് പറഞ്ഞ ക്യാഷ് ചോദിച്ചാൽ ആരും തരത്തുമില്ല. ഇനി മുന്നോട്ടുള്ള പ്ലാൻ ഉണ്ടോ നിന്റെ? നിനക്ക് ക്യാഷ് തന്നാൾ എന്നല്ല നിന്നെ വിളിക്കാന്ന് പറഞ്ഞു ലാസ്റ്റ് ഡേറ്റ്. അയാൾ നിന്നെ വിളിച്ചിരുന്നോ? നിനക്ക് മുന്നോട്ട് എന്ത് ചെയ്യുന്ന വല്ല വിചാരമോ ഐഡിയ ഉണ്ടോ? അയാൾ ഇതുവരെ എന്നെ വിളിച്ചിട്ടില്ല. ഇനി എപ്പോൾ വിളിക്കുമെന്നും എനിക്കറിയില്ല. എന്തായാലും അയാളോട് പറഞ്ഞ് എനിക്ക് ഉത്തരവൊന്നുമില്ല. എനിക്കൊരു കോൾ വരുന്നുണ്ട്. ശരി, നീ വെച്ചോ. ഹലോ, നീ പറഞ്ഞ അവസാന തീയതി ഇന്നോ? ഇനിയും എനിക്ക് എൻ്റെ പൈസ തിരിച്ച് കിട്ടിയില്ലെങ്കിൽ എൻ്റെ വീട് സ്ഥലം എൻ്റെ കയ്യിലിരിക്കും. നിനക്ക് ഞാൻ 2 ഓപ്ഷൻസ് തരാം. ഒന്നുകിൽ നീ എനിക്ക് തരാനുള്ള പൈസ മുഴുവനും തന്നു തീർക്ക്. അതും അല്ലെങ്കിൽ നീ വലിയ കഥാകാരനല്ലേ, ഒരു ബുക്ക് എഴുതും, എന്നിട്ട് അത് എൻ്റെ പേരിൽ പുറത്തിറക്കും. അതിൻ്റെ പേര് കിടന്ന ലാഭം ഞാൻ എടുത്തോളാം. എന്ത് വേണമെന്ന് നീ തീരുമാനിക്കും. ശരി സാർ. നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ നമ്മുടെ സർക്കിളിൽ ഒരു ക്രൈം നടന്ന കാര്യം. അത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. മരിച്ചത് അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും കേസ് അന്വേഷിക്കാൻ ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്ററെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും അവർ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതിനാൽ നിങ്ങൾ രണ്ടുപേരും അയാളെ ഒന്ന് അസിസ്റ്റ് ചെയ്യണം. ശരി സാർ. താനും എന്നോടൊരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ കാര്യം ചോദിച്ചിട്ടില്ലായിരുന്നു. അത് ശരിയായി കിട്ടിയിട്ടുണ്ട്. താൻ ചോദിച്ച കാര്യങ്ങളെല്ലാം ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. തനിക്ക് വീണ്ടും എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അതൊക്കെ എടോ, താൻ പിന്നെ പറഞ്ഞില്ലായിരുന്നു എന്തോ ഒരു കുപ്പി എങ്ങാണ്ട് തനിക്ക് സ്പോട്ടിൽ നിന്ന് കിട്ടിയായിരുന്നു. ഒന്ന് കാണിക്കാൻ പറ്റും? എടോ, ഇത് സാധാരണയായിട്ട് മാനസിക സമ്മർദ്ദങ്ങൾ അഥവാ ഡിപ്രഷനൊക്കെ ഉള്ളവർ യൂസ് ചെയ്യുന്ന ഒരു ഗുളികയാണ്. ഇത് അയാൾ യൂസ് ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി അയാളുടെ സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ തന്നെ ചോദിക്കേണ്ടതായിട്ട് വരും. തനിക്കറിയേണ്ട കാര്യങ്ങളെല്ലാം ഇതിൽ എഴുതി ചേർത്തിട്ടുണ്ട്. പിന്നെ തനിക്ക് എന്തെങ്കിലും ഡൗട്ടോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ താൻ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മളെ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന സാറിന് തോന്നുന്നുണ്ടോ? ഈ കേസ് നമ്മളെ കൊണ്ട് തെളിയിക്കാൻ പറ്റിയെന്ന് വരില്ല.
കാരണം ആദ്യം മുതൽ കാര്യം ശ്രദ്ധിച്ചിരുന്നു. ആരോ എഴുതിയൊരു കഥ പോലെയായിരുന്നു ഈ കേസ്. അന്വേഷണത്തിൻ്റെ ഓരോ ഘട്ടവും അതിൽ കഥാപാത്രങ്ങളായി നമ്മളും. സാറെന്താ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. യെസ്, മരിച്ചുവെന്ന് നമ്മളെ വിശ്വസിപ്പിച്ച ആ എഴുത്തുകാരൻ തന്നെ നമ്മളുടെ സൃഷ്ടാവ്. അയാളുടെ പേനയിൽ തെളിഞ്ഞ വെറും കഥാപാത്രം മാത്രമാണ് ഈ കഥയും ഞാനും നീയും. അദ്ദേഹത്തിൻ്റെ മനസ്സിലെ വെറും കഥയാണിതെല്ലാം. ഈ കഥയിലെ എഴുത്തുകാരൻ്റെ മനസ്സിലെ ചിത്രങ്ങൾ അയാൾ പോലും അറിയാതെ അയാളുടെ പേപ്പറിൽ പകർത്താൻ അയാൾ ക്ഷണിക്കാതെ എത്തിയ ചില അതിഥികൾ, അയാൾ പോലും അറിയാതെ വരുത്തിയ കഥയിലെ മാറ്റങ്ങൾ എല്ലാം കോർത്തിണക്കി അദ്ദേഹത്തിന് സമ്മാനിച്ച അദ്ദേഹത്തിൻ്റെ ജീവൻ്റെ വിലയുള്ള പുസ്തകത്തെ ആ എഴുത്തുകാരൻ